السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തല്ലിമീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ നാട്ടുകാർ, പ്രിയമുള്ള മുഅ്മിനാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്ന അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തേ കാരണം? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, തീർച്ചയായും അങ്ങ് നല്ല സ്വഭാവത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി പറയുകയാണ്, കാന ഖുൽഖുഹു ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്നുള്ളത് അത് ഖുർആനാണ്. സഹീഹുൽ ബുഖാരി ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു അംശി മഅർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നടക്കുമ്പോൾ വഅലൈഹി ബുറുദുൻ നജ്റാനിയുൻ, അന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കരകട്ടിയുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഫഅദ്റകഹു അറാബിയുൻ ഫജബദഹു ബിനിദാഇഹി ജബുശതൻ ശദീദ, ആ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു അറാബിയ മനുഷ്യൻ വരികയാണ്. മാത്രമല്ല അന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച നജ്റാനി കരകട്ടിയുള്ള വസ്ത്രത്തെ മുന്നു കൂട്ടി പിടിച്ചു വലിക്കുകയാണ്. എത്രത്തോളം എന്നറിയുമോ? ഹത്താ നളർത ഇലാ സഫതി ആതികി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അസ്റത് ബിഹാ ഹാശിയത്തുൽ ബുർദി മിൻ ശിദ്ദതി ജബ്സതിഹി, ആ വലിച്ച വലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയിൽ പാടുണ്ടാവുകയാണ്. സുമ്മ ഖാൽ, എന്നിട്ട് അറബിയ മനുഷ്യൻ പറയുകയാണ്, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലദി ഇൻദക്, നിന്റെ അടുക്കലിലുള്ള അല്ലാഹുവിന്റെ സ്വത്തിൽ നിന്ന് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയ മനുഷ്യന്റെ ഭാഗത്തേക്ക് തിരിയുകയാണ്. സുമ്മ ലഹിക, പിന്നെ പുഞ്ചിരിക്കുകയാണ്. സുമ്മ അമറ ലഹു ബിഅതാ, എന്നിട്ട് അറബിയ മനുഷ്യനിക്ക് ദാനം കൊടുക്കാൻ കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥമായ ഉമ്മത്താകണമെങ്കിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കണം. ഖൽബ് കൊണ്ട് മഹബ്ബത്ത് വെക്കണം. ഇത് തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ അവരുടെ തസ്കിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇസ്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില, ഹബീബായ തങ്ങളുടെ പിൻപറ്റലല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ ആശികായി ജീവിക്കാൻ നാം തയ്യാറാവണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ അവസാനമായി പറയട്ടെ, ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു തന്റെ ഖസീദത്തുൽ ബുർദയിൽ പറയുന്നു, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി, ഓ അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിനാൽ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാക്കണമേ. ഹബീബായ തങ്ങളുടെ ബറക്കത്തിനാൽ നമ്മെ പാവം പൊറുക്കണമേ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുവിട. അസ്സലാമു അലൈക്കും.